പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ഇന്ത്യയിലേക്കുള്ള LNGയുടെ വരവ് നിലച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം യൂറിയ പ്ലാന്റുകളും ഇപ്പോൾ പകുതി കപ്പാസിറ്റിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ പ്രതിസന്ധിക്കിടയിലും നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാന്ത്രിക കവചം ഒരുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നെയ്തെടുത്ത ആത്മനിർഭർ ഭാരത് എന്ന സുരക്ഷാ കവചത്തിന്റെ കരുത്താണ്. യുദ്ധം കാരണം ലോകം മുഴുവൻ വളത്തിന് വില കൂടുമ്പോൾ ഇന്ത്യയിൽ മാത്രം വില കൂടാത്തത് എന്തുകൊണ്ട്? ഖത്തറിലെ ഗ്യാസ് പ്രതിസന്ധി നമ്മളെ എങ്ങനെ ബാധിക്കും? എഥനോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ധന വിലയെ പിടിച്ചു നിർത്തുന്നത്? ഇന്ത്യയുടെ ഈ ആത്മനിർഭർ പോരാട്ടത്തിന്റെ കഥ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാം. ഇന്ത്യയിലെ യൂറിയ ഉൽപാദനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിൽ ഏതാണ്ട് 86% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം കാരണം ഖത്തറിൽ നിന്നുള്ള LNG കപ്പലുകൾ വരുന്നത് തടസ്സപ്പെട്ടു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രധാന യൂറിയ പ്ലാന്റുകളെല്ലാം 50% കപ്പാസിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്യാസ് വിതരണം കുറഞ്ഞതോടെ ഉൽപാദനം പകുതിയായി കുറഞ്ഞു. സാധാരണഗതിയിൽ ഇതൊരു വലിയ ഭക്ഷ്യ പ്രതിസന്ധി, അതായത് ഫുഡ് ക്രൈസിസിന് കാരണമാകേണ്ടതാണ്. കാരണം ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഖാരിഫ് സീസണിലേക്ക് കർഷകർക്ക് ടൺ കണക്കിന് വളം ആവശ്യമാണ്. പക്ഷേ ഇവിടെയാണ് സർക്കാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ആ സ്ട്രാറ്റജി വിജയിക്കുന്നത്. എന്താണ് ഈ ഒരു മോദി കവചം അഥവാ യൂറിയ ഷീൽഡ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ പുതിയതായി 6 യൂറിയ പ്ലാന്റുകളാണ് കമ്മീഷൻ ചെയ്തത്. ഇത് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശേഷി 76 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ലോകത്ത് യൂറിയയുടെ വില 3000 രൂപ കടന്നപ്പോഴും ഇന്ത്യൻ കർഷകന് അത് 300 രൂപയിൽ താഴെ ലഭ്യമാക്കി. ഇന്നും ആ നയം തുടരുകയാണ്. യുദ്ധം കാരണം ഇറക്കുമതി ചെലവ് കൂടിയെങ്കിലും ആ ഭാരം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാതെ സർക്കാർ തന്നെ സബ്സിഡിയായി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, നാനോ യൂറിയ പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വഴി വളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇപ്പോൾ യുദ്ധം കാരണം വിതരണം തടസ്സപ്പെട്ടാലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ബഫർ സ്റ്റോക്ക് ഉണ്ട് എന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഏതാണ്ട് 61 ലക്ഷം ടൺ യൂറിയ നിലവിൽ സ്റ്റോക്കുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടുതലാണ്. ഇനി ഇന്ധനത്തിന്റെ കാര്യം നോക്കാം. ഇറാൻ അമേരിക്ക സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡിംഗ് മിഷൻ തുണയ്ക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് വെറും 1.5% എഥനോൾ മിശ്രിതം ഇന്ന് E20 അതായത് 20% എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ മാത്രം കഴിഞ്ഞ ഒരു വർഷം 4.5 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതായത് ഏതാണ്ട് 25,000 കോടി രൂപയുടെ വിദേശ നാണ്യം നമ്മൾ ലാഭിച്ചു. ഈ എഥനോൾ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കർഷകരുടെ കരിമ്പ് ചക്കിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും. ചുരുക്കത്തിൽ പെട്രോളിന് വേണ്ടി അറബ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആ പണം നമ്മുടെ കർഷകർക്ക് തന്നെ നൽകുന്ന ഒരു മാതൃകയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. ഖത്തർ എനർജി തങ്ങളുടെ ചില പ്രൊഡക്ഷനുകൾ നിർത്തിവെച്ചത് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഗ്യാസ് വിതരണത്തിന് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. വളം നിർമ്മാണശാലകൾക്ക് ഗ്യാസ് നൽകുന്നതിന് 1ാം പരിഗണന നൽകാൻ സർക്കാർ ഉത്തരവിട്ടു. ഭക്ഷ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലോകത്തോട് പറയാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വളം വില കൂടുമ്പോൾ ഇന്ത്യ റഷ്യയുമായും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായും പുതിയ ഉടമ്പടികൾ ഉണ്ടാക്കി ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം വിചാരിച്ചാൽ ഇന്ത്യയെ പട്ടിണിക്കിടാൻ ഇന്ന് കഴിയില്ല. അതായത് സ്വന്തം ജനതയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് സുവ്യക്തമായ നിലപാടുണ്ട്. 2026 ഈ ഖാരിഫ് സീസണിൽ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. സോളാർ പമ്പുകൾ നൽകുന്ന PM കുസും പദ്ധതി വഴി ഡീസലിന്റെ ഉപയോഗം കുറയ്ക്കാനും കഴിഞ്ഞു. ചുരുക്കത്തിൽ കൃഷിയെ ഇന്ധനവിലയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ നീക്കമാണ് നടക്കുന്നത്. യുദ്ധം പുറത്ത് നടക്കുമ്പോഴും ഇന്ത്യൻ കൃഷിഭൂമിയിൽ സമാധാനം ഉറപ്പാക്കാൻ ഈ നീക്കങ്ങൾ സഹായിക്കും. ഹോർമസ് കടലിടുക്കിലെ പുകയും വെടിയൊച്ചകളും ലോകത്തിനൊരു വലിയ പാഠമാണ് നൽകുന്നത്. ഒരു രാജ്യം അതിന്റെ ഊർജ്ജത്തിനും ഭക്ഷണത്തിനും വേണ്ടി മറ്റൊരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചാൽ യുദ്ധകാലത്ത് ആ രാജ്യം മുട്ടുമടക്കേണ്ടി വരും. എന്നാൽ ഭാരതം ഇന്ന് മുട്ടുമടക്കുന്നില്ല, മറിച്ച് ലോകത്തിന് വഴി കാണിക്കുകയാണ്. ഹോർമസ് കടലിടുക്ക് എന്ന് തുറക്കുമെന്നതിനേക്കാൾ ഇന്ത്യ എപ്പോൾ പൂർണ്ണമായും ആത്മനിർഭർ ആകും എന്നതിലാണ് നമ്മുടെ വിജയം. നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരതം വെറും ഒരു മുദ്രാവാക്യമല്ല എന്ന് ഈ പ്രതിസന്ധി ഘട്ടം തെളിയിക്കുന്നു. ഗൾഫിലെ ഗ്യാസ് നിലച്ചപ്പോൾ നമ്മുടെ കർഷകന്റെ ചക്കിലെ എഥനോൾ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വളത്തിന് വില കുതിച്ചുയർന്നപ്പോൾ സ്വന്തം ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ സബ്സിഡി നൽകി കർഷകനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭരണകൂടം നമുക്കുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.